തിരുവനന്തപുരം വിഴിഞ്ഞത്ത് പെട്രോളിങ്ങിനിടെ ബോട്ട് തകരാറിലായി. നടുക്കടലിൽപ്പെട്ട കോസ്റ്റൽ പോലീസിന് രക്ഷകരായത് മറൈൻ ആംബുലൻസ്. കോസ്റ്റൽ പോലീസ് ബോട്ട് തകരാറിലായതോടെ മറൈൻ ആംബുലൻസിൽ കെട്ടിവലിച്ച് 8 മണിയോടെ കരക്കെത്തിക്കുകയായിരുന്നു. ഗോകുൽനാഥ് വിവരങ്ങളുമായി ചേർന്നു. ഗോകുൽ, ഗുഡ് മോർണിംഗ്. ഇതെങ്ങനെയായിരുന്നു സംഭവം? ഈ തകരാറിലായതിനെ തുടർന്ന് മറൈൻ ആംബുലൻസിൽ കെട്ടിവലിച്ച് കൊണ്ടുവരാനൊക്കെയുള്ളൊരു സംവിധാനം സാധ്യമായത് എങ്ങനെയാണ്? മോത്തി, ഇക്കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ മറൈൻ എൻഫോഴ്സ്മെൻറ്റിൻ്റെ വാഹനം, അതായത് അവരുടെ ബോട്ട് അപകടത്തിൽപ്പെടുന്നത്. അതുമായി ബന്ധപ്പെട്ട് എടുത്തു പറയേണ്ട ചില കാര്യങ്ങൾ കൂടെ ഉണ്ട്. കാലപ്പഴക്കമാണ്, പല ബോട്ടുകൾക്കും വലിയ കാലപ്പഴക്കം നേരിടുന്നുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പലപ്പോഴും ഉദ്യോഗസ്ഥർ പറയുന്നത്, പലപ്പോഴും 4 നോട്ടിക്കൽ മൈലിനപ്പുറത്തേക്ക് പോകുമ്പോൾ ഈ ബോട്ട് നടുക്കടലിൽ പെട്ടുപോവുകയും ചെയ്യാറുണ്ട്. അങ്ങനെയാണ് ഇത്തവണ ബോട്ട് പെട്ടുപോയിട്ടുള്ളത്. 4 നോട്ടിക്കൽ മൈൽ കഴിഞ്ഞപ്പോൾ തന്നെ ബോട്ടിൻ്റെ എഞ്ചിൻ പണിമുടക്കുകയും ചെയ്തു. അങ്ങനെ നടുക്കടലിൽ പെട്ടുപോയ ഇത്തരത്തിലുള്ള ബോട്ട് പിന്നീട് മറൈൻ എൻഫോഴ്സ്മെൻറ്റ് സ്ക്വാഡിൻ്റെ ആംബുലൻസ് ബോട്ട് വന്നിട്ടാണ് കെട്ടി വലിച്ചുകൊണ്ട് പോയത്. ഏറ്റവും എടുത്തു പറയേണ്ടത് കാലപ്പഴക്കം മൂലം പല ബോട്ടുകളും നശിച്ചുകൊണ്ടിരിക്കുകയുമാണ്. എന്തായാലും ഈ മറൈൻ എൻഫോഴ്സ്മെൻറ്റ് സ്ക്വാഡിനും അതുപോലെ തന്നെ പോലീസിനും അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ട്. പലപ്പോഴും അതൊന്നും ആരും ശ്രദ്ധിക്കാറുമില്ല. നമ്മുടെ വാഹനങ്ങളൊക്കെ തന്നെ പലപ്പോഴും എനിക്ക് തോന്നുന്നു റോഡിലേക്ക് വരികയാണെങ്കിൽ ഈ വാഹനങ്ങൾ പലപ്പോഴായി മാറുന്നുണ്ട്. പക്ഷേ ബോട്ട് അതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളൊന്നും ഇപ്പോഴും മാറുന്നില്ല. പണ്ടെങ്ങനെയായിരുന്നു ആ പഴയ ഒരു 10-30 വർഷം പഴക്കമുള്ള ബോട്ടും സംവിധാനവും ഒക്കെയാണ് ഇപ്പോഴും. റോഡിലാണ് ഒരു വാഹനം കേടായത് എങ്കിൽ നമുക്ക് ആ വാഹനം അവിടെ നിർത്തിയിട്ടിട്ട് മറ്റൊരു വണ്ടിക്ക് കൈ കാണിച്ചെങ്കിലും കയറി പോവാം. പക്ഷേ അത് പറ്റില്ല. നടന്നെങ്കിലും പോവാം വാഹനമാണെങ്കിൽ, റോഡിലാണെങ്കിൽ. പക്ഷേ അതിനും സാധ്യമല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ഗുരുതരമായ പ്രശ്നമാണ്. നമ്മൾ ഈ പ്രശ്നം അധികൃതരുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ്, അല്ലേ? തീർച്ചയായിട്ടും മോത്തി പറഞ്ഞതുപോലെ തന്നെ റോഡിലാണെങ്കിൽ നമുക്ക് വാഹനം മാറ്റി പോകാനുള്ള ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. മറിച്ച് 4 നോട്ടിക്കൽ മൈൽ എന്ന് പറയുമ്പോൾ ഏറെക്കുറെ ഒരു നടുക്കടലിലേക്ക് എത്തുന്ന ഒരു നല്ല ദൂരവുമുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് ഇത്തരത്തിൽ രാവിലെയാണ് ഇവർ എത്തുന്നതും പെട്രോളിങ്ങിനിടെ കുടുങ്ങിപ്പോകുന്നതും. പിന്നീടാണ് ഈ ശബ്ദ സന്ദേശം കരയിലെത്തണം, അതിനുശേഷം അവിടെ നിന്ന് മറ്റൊരു ബോട്ട് വരണം. അങ്ങനെ മാത്രമേ ആളുകളെ തിരിച്ചു കൊണ്ടുവരാനും സാധിക്കുകയുള്ളൂ. അപ്പം അത്രത്തോളം സമയം എടുത്ത് വൈകിട്ട് 8 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ തിരിച്ച് എത്തിക്കുകയും ചെയ്തത്. ബോട്ട് തിരിച്ച് കരയ്ക്കെത്തുന്നു. അപ്പോൾ അത്രയും സമയം അവർ നടുക്കടലിൽ പെട്ടുപോയിട്ടുമുണ്ട്. എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് കാലപ്പഴക്കമുള്ള ബോട്ടാണ്, ഇതൊന്നും കാലാനുഗതമായിട്ട് മാറ്റുന്നുമില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. പലപ്പോഴും ഇതിനു മുൻപും പല സന്ദർഭങ്ങളിൽ 4 നോട്ടിക്കൽ മൈൽ ഇപ്പോൾ എടുത്തിട്ടുള്ളെങ്കിൽ അതിലും കൂടുതൽ നോട്ടിക്കൽ മൈൽ പോയി ചെക്കിങ്ങും പട്രോളിങ്ങും ഒക്കെ നടത്തുന്ന സമയത്ത് പലപ്പോഴും ഇത്തരത്തിൽ ബോട്ടുകൾ അപകടത്തിൽ പെട്ടിട്ടുമുണ്ട്. അപ്പോൾ അത് അധികാരികൾ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് മോത്തി. അത് പലപ്പോഴും അത്തരത്തിൽ ശ്രദ്ധ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. കാലപ്പഴക്കമെന്ന് പറയുമ്പോൾ 10-30 വർഷമൊക്കെ പഴക്കമുള്ള ബോട്ടുകൾ ഇന്നും ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളതാണ്. ശരി ഗോകുൽ.